വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ, നമ്മുടെ ചാപ്റ്റർ 10ലേക്ക് എത്തിയല്ലേ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്കെന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പോ ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ് പറയുകയാണ്, അതായത് കുറച്ച് കുട്ടികളുടെ ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ മാർക്ക് നമുക്ക് തരികയാണ്. ഒരു എക്സാമിന് എടുത്തപ്പോൾ അവർക്ക് കിട്ടിയ മാർക്ക് സ്കോർ അത് തന്നിരിക്കുകയാണ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി ഏതാണ് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ കുട്ടികളുടെയും മാർക്ക് നോക്കേണ്ടി വരും അല്ലേ. അല്ലാതെ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബാർ ഗ്രാഫ്, അതുപോലെ ലൈൻ ഗ്രാഫ്, ഇതിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലി മാർക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ടാബുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ഫിഗർ നമ്മൾ എങ്ങനെയാണ് വരച്ചെടുക്കുന്നത്. ഈ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടോട്ടൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക എങ്ങനെയാണ് ടാബുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? നമുക്കറിയാലേ, ഫ്രീക്വൻസിന് മലയാളത്തിൽ പറയുന്നത് എന്താണ്? ആവൃത്തി എന്നാണ്. ഒരു കാര്യം എത്ര പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അഥവാ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടേബിളിനെയാണ് ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ടാബുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നോക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ 50 households ഓഫ് എ വില്ലേജ് ആർ ലിസ്റ്റഡ് ബിലോ. നോക്കിക്കേ, ഇവിടെ 50 ഫാമിലിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, എത്ര മെമ്പേഴ്സ് ആ ഫാമിലിയിലുണ്ട് എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ഫാമിലിയിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഫാമിലി എടുക്കുകയാണെങ്കിൽ അവിടെ 8 മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫാമിലി എടുക്കുകയാണെങ്കിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ 50 ഫാമിലിയിലുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫ്രീക്വൻസി ടേബിൾ ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ടാബുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മളിവിടെ ആദ്യം നോക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. 2 ആണ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, അതുപോലെ ഏറ്റവും വലിയ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, 13 ആണ് ഇവിടെ ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അപ്പോൾ 2-നും 13-നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ടേബിളിന്റെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഈ നമ്പർ എന്ന് പറയുന്നത് എന്തിനാ മീൻ ചെയ്യുന്നത്? മെമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ മെമ്പേഴ്സ്, ഓക്കെ, എത്ര മെമ്പർ ആ ഒരു ഫാമിലിയിൽ ഉണ്ട് എന്നുള്ളതല്ലേ ആ നമ്പർ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം. 2 മെമ്പർ ഉള്ള ഫാമിലി ഉണ്ട്, 3 മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഉണ്ട്, 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഉണ്ട്, അങ്ങനെ 13 മെമ്പേഴ്സ് വരെയുള്ള ഫാമിലി ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ മിസ് ഈ ടേബിളിൽ കൊടുത്തപ്പോൾ 11-നെയും 12-നെയും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 11 മെമ്പേഴ്സ് വരുന്ന ഫാമിലിയും 12 മെമ്പേഴ്സ് വരുന്ന ഫാമിലിയും ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 11-നെയും 12-നെയും അവിടെ എഴുതാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ കേട്ടോ. ഈ ഫ്രീക്വൻസി ടേബിളിൽ നമ്മുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സിന്റെ കോളമാണ്. ഓക്കെ, എത്ര മെമ്പേഴ്സ് ഓരോ ഫാമിലിയിലും ഉണ്ട്. ഓക്കെ, ആ നമ്പർ, ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലെ നമ്പേഴ്സ് അതിനെയാണ് നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കോളാണ് ടാലി. ഓക്കെ, ടാലി മാർക്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? 2 മെമ്പർ ഉള്ള ഫാമിലി അല്ലെ, 2 മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ്. എത്ര എണ്ണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് 2 എത്ര പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടേബിളിൽ, നമ്മുടെ ടേബിളിൽ ഫസ്റ്റ് ആള് 2 ആയിരുന്നു. നമ്മൾ നോക്കേണ്ടത് ഇതാണ്, 2 എന്ന് പറയുന്ന ആള് എത്ര പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കണം.
ഓക്കെ, അതിന് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ മിസ് 8ന്റെ കേസാണ് എടുക്കുന്നത് വിചാരിക്കുക. 8 നമുക്ക് ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ആൾ 8 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ടാലി മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് 8ന്റെ അവിടെ ഒരു 1 ഇടും. ഓക്കെ, 1 ഇടും, അല്ലെങ്കിൽ ഒരു ലൈൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, ഒരു 1 ഇടും. 8 ആദ്യം വന്നിട്ടുണ്ട്, അപ്പൊ 8ന് 1 ഇടുക. ഇനി 6 വന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ 6ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 ഇടുക. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന 9 ആണ്, 9ന്റെ അവിടെ 1 ഇടുക. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വന്നിരിക്കുന്ന ആള് 2 ആണ്. 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. ഓക്കെ, 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എവിടേക്ക് നമുക്ക് 2 കാണാം, ഒന്ന് നോക്കിക്കേ, എവിടേക്കാണ് നമുക്ക് 2 കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നീട് നോക്കി അടുത്ത റോയിൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ എവിടെയാ വന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടി, 1 2 3 4 5 2 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ 2ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ലൈൻസ് ഇട്ട് കൊടുക്കുക. 1 2 3 4 5. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇട്ട് പോവുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, 10 പ്രാവശ്യം 2 റിപ്പീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 1 2 3 4 ഇങ്ങനെ 10 വരെ നമ്മൾ ഇങ്ങനെ ഇട്ട് പോകേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും നമുക്ക് പണിയാണ് അല്ലെ, ഓരോന്ന് എണ്ണി നോക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പ പണിയാണ്, ഇവിടെ 5 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 1നെ ക്രോസ് ചെയ്ത് വരയ്ക്കും. ഓക്കെ, 5 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ക്രോസ് ചെയ്ത് വരയ്ക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും, ഈ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്രയാണ്, 5 ആണ്. 5 പ്രാവശ്യം വന്നിട്ടുണ്ട്, 5 പ്രാവശ്യം 2 വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്നും ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാലി മാർക്സ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ആരാണ്, അടുത്ത 3 ആണ് അല്ലെ. അപ്പൊ 3യുടെ നമുക്ക് നോക്കാം. 3 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നോക്കാലോ. 3 നോക്കിക്കേ, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നോക്കാം, 1 2 3 4 5, പിന്നെ എവിടെയാണ് 6 7, ഓക്കെ 7 8 9, പിന്നെ എവിടെയാ 3 വന്നിരിക്കുന്നത്, 10 11. ഓക്കെ, ഇപ്പൊ 11 3s ആണ് വന്നിരിക്കുന്നത് അല്ലെ. 3 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, 11 ടൈംസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നേ, 1 2 3 4 5. ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് എത്രയാണ്, 6 7 8 9 10. ഓക്കെ, 11. ഓക്കെ, 5 വരുമ്പോൾ, അതായത് 5 10 എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രോസ് മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 5 5 5 + 5 10 10 1 എത്ര വരും, 10 + 1 എന്ന് പറയുന്നത് 11. ഓക്കെ, 11 നമുക്ക് കിട്ടി. അപ്പോൾ 3 എന്ന് പറയുന്നത് 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ നമ്മൾ 4 5 6 7 8 ഇതിന്റെ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം 4ന്റെ നോക്കാം. 4ന്റെ നമുക്ക് ചെയ്ത് നോക്കാം. 4 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, 4 ഇവിടെ നോക്കിക്കേ, 1 2 3, പിന്നെ എവിടെയാ വന്നിരിക്കുന്നേ, 4 4 5 6 7 8 9 അല്ലെ. അപ്പൊ 9 ടൈംസ് ആണ് 4 എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാം 5 + 4 ആണ് 9 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 5 കൊടുത്തു, ടാലി മാർക്ക് ഇട്ടു, പിന്നെ 4 ലൈൻസ് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 4ന്റെ ടാലി മാർക്ക് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ 5ന്റെയും 6ന്റെയും 7ന്റെ ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഇത് തന്നെയാണോ നിങ്ങൾക്ക് വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിളിലെ ഫസ്റ്റ് 2 കോളം നമ്മൾ ഫിൽ ചെയ്തു. എന്തായിരുന്നു ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്, നമ്മുടെ മെമ്പേഴ്സ് ആയിരുന്നു. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് അതിന് നമ്മൾ ഒരു ഓർഡറിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, അതിനുശേഷം ഓരോ നമ്പറും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ടാലി മാർക്ക് വെച്ചിട്ട് രണ്ടാമത്തെ കോളം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ ഈ ടാലി മാർക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, 2 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അതിന്റെ മീനിങ് എന്താണ്, 2 മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലി ഉണ്ട് എന്നല്ല അതിന്റെ മീനിങ് അല്ലെ. ഓരോ ഫാമിലിയിലും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 എന്ന് പറയുന്നതിൽ ഇത്ര ടൈംസ് 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്, എത്രയാണ്, 5 ഫാമിലീസിൽ
2 മെമ്പേഴ്സ് വീതം ഉണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് എത്ര ഉണ്ട് എന്ന് എടുത്തെഴുതാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അതായത് 5 ഫാമിലിയിൽ 2 മെമ്പേഴ്സ് വീതം വരുന്നുണ്ട്. ഇനി അതുപോലെ 3 മെമ്പേഴ്സ് വരുന്ന എത്ര ഫാമിലി ഉണ്ട്? 5 5 plus 5 10 10 plus 1 11. ഓക്കെ, അപ്പൊ 11 ഫാമിലിയിലാണ് 3 മെമ്പേഴ്സ് വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ, 4 മെമ്പേഴ്സ് വരുന്ന എത്ര ഫാമിലി ഉണ്ട്? 5 plus 4 that is 9. ഓക്കെ, അതുപോലെ 5 മെമ്പേഴ്സ് വരുന്ന എത്ര ഫാമിലി ഉണ്ട്? 5 plus 1 6 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ആഡ് ചെയ്ത് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ 5 3 3 1 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സും എഴുതി. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? മെമ്പേഴ്സ് എഴുതി, ടാലി മാർക്ക് എഴുതി, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എഴുതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ആയി. ഓക്കെ, ഇനി ഈ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോക്കിയേ, ഇത് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? എന്താ ചോദിച്ചിരിക്കുന്നത്? 2 മെമ്പേഴ്സ് മാത്രമുള്ള എത്ര ഫാമിലി ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 മെമ്പേഴ്സ് മാത്രമുള്ള എത്ര ഫാമിലി ഉണ്ട്? എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 5 എന്ന്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. 5 ഹൗസ് ഹോൾഡ്സിലാണ് എന്ത് വരുന്നത്? 2 മെമ്പേഴ്സ് വീതം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 4 or less? എന്താ ചോദിച്ചിരിക്കുന്നത്? 4 അല്ലെങ്കിൽ 4 അതിൽ കുറവോ മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലി ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലി നമുക്കറിയാം അല്ലെ. 4 മെമ്പേഴ്സോ അതിൽ കുറവോ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വേണം? 4 മെമ്പർ ഉള്ള ഫാമിലി എടുക്കണം, 3 മെമ്പർ ഉള്ള ഫാമിലി എടുക്കണം, അതുപോലെ 2 മെമ്പേഴ്സ് ഉള്ള ഫാമിലി എടുക്കണം. ഓക്കെ, അപ്പോൾ 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലീസ് എത്ര ഉണ്ട്? നമുക്കറിയാം 9 ആണ് അല്ലെ. 9 ഫാമിലീസിലാണ് എന്ത് വരുന്നത്? 4 മെമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ 9 പ്ലസ് ഇനി എന്താ 3 മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലി ഉണ്ടെന്ന് നോക്കിക്കേ, 11 ഫാമിലി ആണ് ഉള്ളത്. ഓക്കെ, ഇനി 2 മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട് നോക്കിക്കേ, 5 ഫാമിലീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ 4ഓ അതിൽ താഴെയോ അതിൽ കുറവോ മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 9 plus 11 plus 5. ദിസ് ഇസ് ഈക്വൽ ടു എത്ര വരും? 11 plus 5 എത്രയാണ്? 16 ആണ്. 16 plus 9 is equal to 25. നോക്കിക്കേ, അപ്പോ 25 ഫാമിലീസിലാണ് 4ഓ അതിൽ കുറവോ മെമ്പേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി തേർഡ് പാർട്ടിൽ എന്താണ് നോക്കിയേ, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 10 or more? എന്താ പറഞ്ഞിരിക്കുന്നേ? 10ഓ അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? ഓക്കെ, അപ്പോ 10ഉം വേണം, അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഫാമിലിയും വേണം. ഓക്കെ, അപ്പൊ 10 മെമ്പേഴ്സ് ഉള്ള ഫാമിലീസ് എത്ര ഉണ്ട്? 1 ആണ് അല്ലെ. അപ്പോ 10 മെമ്പേഴ്സ് ഉള്ള 1 ഫാമിലി ഉണ്ട്. പ്ലസ് ഇനി 10ൽ കൂടുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ 13 മെമ്പേഴ്സ് ഉള്ള എത്ര ഫാമിലി ഉണ്ട്? 1 ഫാമിലി ഉണ്ട് അല്ലെ. അപ്പൊ വീണ്ടും 1 plus 1 is equal to 2 ഫാമിലീസിലാണ് എന്ത് വരുന്നത്? 10ഓ അതിൽ കൂടുതലോ മെമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗസ് ഹോൾഡ്സ് ഓഫ് വാട്ട് സൈസ് ഒക്കേഴ്സ് ദ മോസ്റ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ വന്നിരിക്കുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? ഏറ്റവും കൂടുതൽ ഫാമിലിക്ക് വന്നിരിക്കുന്ന എത്ര മെമ്പേഴ്സ് ആണ് നോക്കിക്കേ. ഏറ്റവും കൂടുതൽ ഫാമിലി എന്ന് പറയുന്നത് 11 ആണ് അല്ലെ. അപ്പൊ 11 ഫാമിലീസിൽ 3 മെമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ എത്രയാണ്? 11 ഫാമിലീസിലാണ് 11 ഫാമിലീസിൽ 3 മെമ്പേഴ്സ് വീതം വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആരാണ്? 3 മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ 3 മെമ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, 3 ആൾക്കാരുള്ള ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യുക എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ലിസ്റ്റ് വന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യുക. ദെൻ എന്താ ചെയ്യണ്ടേ? അതിന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. ദ സ്കോർസ് ഓഫ്
35 children in a test are given below. എന്താ പറഞ്ഞിരിക്കുന്നത്? 35 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ ഒരു എക്സാമിന് കിട്ടിയ സ്കോർസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മാർക്കാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫ്രീക്വൻസി ടേബിൾ അഥവാ നമ്മുടെ ആവൃത്തി പട്ടിക നമുക്ക് തയ്യാറാക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്ന ആരാണ്? 10 ആണ് അല്ലെ. 10 ആണ് ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ 20 ആണ് ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അപ്പൊ 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 എവിടെ? 13 ഉണ്ട്, പിന്നെ 14, 15, 16, 17, 18 ഉണ്ട് അല്ലെ. ഇപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ, നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മുടെ ഫ്രീക്വൻസി ടേബിളിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ എന്താണ്? എന്താ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് എന്താണ്? മാർക്കാണ് അഥവാ സ്കോർ ആണ് അല്ലെ. ഓരോ കുട്ടികൾക്കും കിട്ടിയ സ്കോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടേബിളിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്കോർ എന്ന് പറയുന്ന കോളാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്താ എഴുതണ്ടേ? ഏതൊക്കെ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നതെന്ന് എഴുതണം അല്ലെ. ഏതൊക്കെയാണ്? 10 ഉണ്ട്, 11 ഉണ്ട്, അങ്ങനെ 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ 20 വരെയുള്ള സ്കോർസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടേബിളിലെ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് എന്താ? ടാലി മാർക്കാണ് അല്ലെ, അഥവാ ടാലി അഥവാ അടയാളമാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 10 സ്കോർ കിട്ടിയിരിക്കുന്ന 10 മാർക്ക് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, 10 മാർക്ക് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഒന്ന് നോക്കിക്കേ. നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി ടേബിളിൽ ചെക്ക് ചെയ്യാം. 10 മാർക്ക് വരുന്ന എത്ര കുട്ടികളുണ്ട് നോക്കാം. 10 ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 1. പിന്നെ എവിടെയാ 10 വന്നിരിക്കുന്നത്? ഇവിടെ ഉണ്ട് അല്ലെ. ഇപ്പൊ 2. ഓക്കെ, 2 പ്രാവശ്യമാണ് എന്ത് വന്നിരിക്കുന്നത്? നമുക്ക് 10 വന്നിരിക്കുന്നത്. അതായത് 2 കുട്ടികൾക്കാണ് 10 മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 എന്നുള്ളത് 1, 2 അല്ലെ. നമ്മൾ ലൈൻസ് അഥവാ ഒരു 1 ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്ലെ. 1, 2 എന്ന് നമ്മൾ ടാലി മാർക്ക് എഴുതി. ഇനി അടുത്ത് എന്താ? 11 ആണ് അല്ലെ. 11 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കണം. എവിടേക്കാ 11 വന്നിരിക്കുന്നത്? ഇവിടെ ഉണ്ട് അല്ലെ. 1. പിന്നെന്താ 11 എവിടെയാ വന്നിരിക്കുന്നത്? 1, 2, 3. വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. 3 പ്രാവശ്യമാണ് 11 റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് എന്താ? 3 കുട്ടികൾക്കാണ് 11 മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് 12ന്റെയും അറിയാലോ. 12 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നോക്കാം. 12 നോക്കാം. എവിടെയാ 12 വന്നിരിക്കുന്നത് നോക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു 12 വന്നിട്ടുണ്ട്. 1, ദെൻ ഇവിടെ ഉണ്ട് 2, ഇവിടെ 3. അപ്പൊ 3 കുട്ടികൾക്കാണ് എന്ത് വന്നിരിക്കുന്നത്? 12 കിട്ടിയിരിക്കുന്നത് അല്ലെ. 12 മാർക്ക് കിട്ടിയിരിക്കുന്ന 3 കുട്ടികളുണ്ട്. 1, 2, 3. ഓക്കെ, ഇതുപോലെ നമ്മൾ 13 മാർക്സ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 14 മാർക്സ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം 14 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കും. അപ്പൊ ഇവിടെ മിസ് എല്ലാത്തിൻ്റെയും ടാലി മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്തത് ഇത് കറക്റ്റ് ആണോ സെയിം ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അടുത്ത കോളം നമുക്ക് ഫില്ല് ചെയ്യണം അല്ലെ. അടുത്ത കോളം എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് അല്ലെ. എത്ര കുട്ടികൾക്കാണ് 10 മാർക്ക് കിട്ടിയത്? എത്ര കുട്ടികൾക്കാണ് 11 മാർക്ക് കിട്ടിയത്? അപ്പൊ ഇത് ഓരോന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ടാലി മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടാലി മാർക്ക് കൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ്. 10 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളുണ്ട്? 1, 2. 2 കുട്ടികളാണ് 10 മാർക്ക് കിട്ടിയത്. ഓക്കെ, ഇനി 11 മാർക്സ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 1, 2, 3. 3. ഓക്കെ, അതുപോലെ 12 മാർക്സ് കിട്ടിയ കുട്ടികളോ? 1, 2, 3. എത്രയാണ്? 3 തന്നെ വരും. 13 ആണെങ്കിലോ? 1, 2, 3, 4. ഓക്കെ, 4 ആണ്. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ എഴുതാം അല്ലെ. 4, 6, 5, 4, 2, 1, 1. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഫില്ല് ചെയ്യുക കേട്ടോ. നമ്പർ ഓഫ് ചിൽഡ്രൻ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഇതൊന്ന് എണ്ണി നോക്കി കൗണ്ട് ചെയ്ത് നമ്മളവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ ഒക്കെ നമുക്ക് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. ഇതിന് എന്തുണ്ട്? സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ചിൽഡ്രൻ സ്കോർഡ് 20? 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളാണ് ഉള്ളതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 20 മാർക്സ് കിട്ടിയ എത്ര കുട്ടികളുണ്ട് നോക്കിക്കേ. നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 1 ആണ് അല്ലെ. ഒരു കുട്ടിക്കാണ് 20 മാർക്സ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്?
1 ആണ്. ഓക്കെ, ഒരു കുട്ടിക്കാണ് 20 മാർക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് നോക്കിക്കേ. ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് സ്കോർസ് ബിറ്റ്വീൻ 10 and 20? എന്താ 10നും 20ക്കും ഇടയിലുള്ള മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഓക്കെ, 10നും 20നും ഇടയിലുള്ള മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ദാറ്റ് മീൻസ് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 11 തുടങ്ങി 19 വരെയുള്ള മാർക്സ് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ടോട്ടൽ 35 കുട്ടികളാണ് അല്ലെ, 35 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. ഓക്കെ, 35 കുട്ടികളാണ് ആകെ ഉള്ളത്. അതിൽ നിന്നും 10 മാർക്ക് കിട്ടിയ കുട്ടികളെയും 20 മാർക്ക് കിട്ടിയ കുട്ടികളെയും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 11 തുടങ്ങി 19 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടുമല്ലോ അല്ലെ. നമ്മൾ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ 35 കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഈ 35 കുട്ടികളിൽ 10 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അതിനെയും അതുപോലെ 20 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിനെയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ബാക്കി മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓരോന്നും ആഡ് ചെയ്ത് ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 35 മൈനസ് 10 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, 20 മാർക്ക് കിട്ടിയ 1 കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ 35ൽ നിന്നും 10 മാർക്ക് കിട്ടിയ കുട്ടികളെയും 20 മാർക്ക് കിട്ടിയ കുട്ടികളെയും നമ്മൾ മൈനസ് ചെയ്തു. അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? വേറൊരു രീതിയിൽ എഴുതാലോ. 35 മൈനസ് 2 + 1. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലെ. അതായത് 10 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അതുപോലെ 20 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അവരെ നമ്മൾ എന്ത് ചെയ്തു? 35ൽ നിന്ന് മൈനസ് ചെയ്തു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കിക്കേ. 35 മൈനസ് 3 ദിസ് ഇസ് ഈക്വൽ ടു 32. അപ്പൊ 32 കുട്ടികൾക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 10നും 20നും ഇടയിലുള്ള മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം മിസ് പറയാൻ മറന്നുപോയി. എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമ്മളിവിടെ എഴുതിയല്ലേ. നമ്മൾ എഴുതിയ ഈ ഒരു ടേബിൾ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടാവും അല്ലെ. എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. ചില നേരത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് ചെയ്താൽ മതി. അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന ടേബിൾ ഉണ്ടല്ലോ, ഒരു കോളം ഉണ്ടല്ലോ. ഈ കോളം നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. നമുക്കറിയാം ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര കുട്ടികളുണ്ടെന്നാ പറയുന്നത്? 35 ചിൽഡ്രന്റെ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ 35 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 35 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 35 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 35 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ടേബിൾ കറക്റ്റ് ആണ്. അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തതിൽ വന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത ടേബിളിൽ നമുക്ക് ഇതുപോലെ പറയാം കേട്ടോ. നമുക്ക് ടോട്ടൽ എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 50 ഹൗസ് ഹോൾഡ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കി വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു കോളം നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, ഈ ഒരു കോളം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 50 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 50 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ടേബിൾ എന്താണ്? കറക്റ്റ് ആണ്. അല്ല എങ്കിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞത്. 10നും 20നും ഇടയിൽ എത്ര കുട്ടികളുണ്ട് അല്ലെ, എത്ര കുട്ടികൾക്കാണ് നമ്മുടെ മാർക്ക് കിട്ടിയിരിക്കുന്നത്? 10നും 20നും ഇടയിൽ മാർക്ക് വന്നിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 32 കുട്ടികളാണുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്കോർഡ് ലെസ് ദാൻ 10? 10ൽ കുറവ് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ൽ കുറവ് മാർക്ക് എന്ന് പറയുമ്പോൾ 9, 8 ഒക്കെയാണ് അല്ലെ. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ആ ഒരു സ്കോർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ ലിസ്റ്റിൽ? ഇല്ല, 10 സ്റ്റാർട്ടിങ്. അപ്പൊ 10ൽ കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ള എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 0 അല്ലെ. എന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഒരു കുട്ടിക്ക് പോലും 10ൽ കുറവ് മാർക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സ്കോർ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഗോട്ട്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന 6 ആണ് അല്ലെ. 6 കുട്ടികൾക്ക് എന്ത് വന്നിട്ടുണ്ട്? 15 മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വന്നിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. 15 മാർക്സ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. 4 പാർട്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അനദർ ഫോം അഥവാ മറ്റൊരു രൂപം.
നമ്മളിപ്പോ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിട്ട് പഠിച്ചു. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയിൽ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഇങ്ങനെ എടുത്തെഴുതും അല്ലെ? താഴെ 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 ഓരോ നമ്പറിനെയും നമ്മൾ എടുത്തെഴുതും. ഓക്കെ, എന്നിട്ട് ഓരോ നമ്പറും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതും അല്ലെ? ടാലി മാർക്സ് വെച്ച് നമ്മൾ കാണിക്കും. എന്നിട്ട് അതിനെ കൗണ്ട് ചെയ്ത് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതും. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ചെയ്തു വന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 10 തുടങ്ങി 20 വരെ, ഓക്കെ, 10 നമ്പേഴ്സേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡാറ്റയിൽ. സപ്പോസ് നമ്മുടെ ഡാറ്റ കുറച്ച് വലുതാണെന്ന് വിചാരിക്കുക, 10 നമ്പേഴ്സ് ഒന്നും അല്ല, ചിലപ്പോൾ ഒരു 100 നമ്പറോ അല്ലെങ്കിൽ 1000 നമ്പറോ ഒക്കെ ഉള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓരോ നമ്പറിനെയും താഴെ 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 എഴുതി എഴുതി ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും അല്ലെ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓക്കെ, മറ്റൊരു ഫോമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പാർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, given below are the highest temperatures want in 40 towns. Okay, make a frequency table. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 40 ടൗൺസിൽ ഒരു ദിവസം വന്നിരിക്കുന്ന ടെമ്പറേച്ചർ, ഹയസ്റ്റ് ടെമ്പറേച്ചറിന്റെ ഒരു ലിസ്റ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, ഏറ്റവും വലുതെന്ന് പറയുന്നത് 47 ആണ്. ഓക്കെ, 47 ആണ് ഏറ്റവും വലിയ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 23 മുതൽ 47 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ നമ്പറിനെയും താഴെ 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 എഴുതി ചെയ്യുമ്പോൾ ഇതെന്തായിരിക്കും? നമ്മുടെ ഈ ഒരു ടേബിൾ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബൗണ്ടറി വെച്ചിട്ടാണ്, ഒരു ഇന്റർവെൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന പുതിയൊരു കോളം നമ്മുടെ ഇവിടെ വരാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ക്ലാസ്സിൽ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഓരോ ഇന്റർവെൽസ് ആണ്. ദാറ്റ് മീൻസ് 0 മുതൽ, ഇപ്പൊ എക്സാമ്പിൾ മിസ് പറയാണ്, 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് നമ്മളൊരു ബൗണ്ടറിയിൽ എഴുതും. അതായത് 0 to 10 എന്ന് പറയുന്ന ഒരു ബൗണ്ടറി. ഇത് മീൻ ചെയ്യുന്ന ഇതാണ്, 0 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും കളക്ഷൻ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യും? 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. ഇനി 20 to 30, ഇങ്ങനെയാണ് നമ്മൾ ഇന്റർവെല് എഴുതി എഴുതി പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മിസ് ആദ്യം എടുത്തതിൽ എന്താ 10 10 10 വെച്ചിട്ടാണ് കൂടി കൂടി ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ബൗണ്ടറി എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 23യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബൗണ്ടറി എങ്ങനെ എഴുതാം? 20 to 25 എന്ന് എഴുതാം അല്ലെ? 20 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് അതിൻ്റെ ഇടയിലുണ്ട്. അപ്പൊ 23 ഒക്കെ ഇതിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ ഈ ഒരു ബൗണ്ടറി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? ഇനി അടുത്ത് എന്ത് എഴുതാം? 25 to 30, അടുത്തത് 30 to 45, സോറി 30 to 35 ആണ് വരുന്നത് അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ 5 വെച്ചിട്ടാണ് ബൗണ്ടറി എഴുതി എഴുതി പോകുന്നത് കേട്ടോ. അപ്പൊ 30 to 35 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന കോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്താ എഴുതണ്ടേ? നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? 23 മുതലാണ് നമ്മുടെ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് എഴുതും? 20 to 25. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 to 30 എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മിസ് ഇപ്പോൾ 5 ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബൗണ്ടറി ആയിട്ട് 5 വെച്ചിട്ടാണ് നമ്മൾ കൂട്ടി കൂട്ടി വരുന്നത്. ഓക്കെ, അപ്പൊ 20 to 25. നെക്സ്റ്റ് എന്താ വരുന്നത്? 25 to 30. നെക്സ്റ്റ് 30 to 35. അടുത്തത് 35 to 40. ദെൻ 40 to 45. എന്താ അടുത്ത വരുന്നത്? എന്താ? 45 to 50. ഇനി അടുത്തത് നമ്മൾ എഴുതണോ? 50 to 55 നമ്മൾ എഴുതണോ? എഴുതണ്ട. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ 47 ആണ്. ഓക്കെ, 50ക്ക് എബോവ് വരുന്ന ഒരു നമ്പറും അതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് എന്ന് പറയുന്ന കോളം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. 45 to 50 വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത കോളം നമ്മുടെ ടാലി മാർക്സ് ആണ്. നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ സെയിം കോളംസ്. അപ്പൊ ബാക്കിയുള്ളതിന്റെ കൂടി മിസ് ഇവിടെ ടാലി മാർക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. 30 to 35 എന്ന് പറയുമ്പോൾ എന്താണ്? 30 മുതൽ 34 വരെയുള്ള നമ്പേഴ്സ് എത്ര എണ്ണം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്ത് മിസ് ഇവിടെ ടാലി മാർക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അടുത്ത കോളം എന്ന് പറയുന്നത് എന്താണ്?
നമ്പർ ഓഫ് ടൗൺസ് അല്ലെ, എത്ര ടൗൺസിലാണ് ഇപ്പോൾ 20 to 25 എന്ന് പറയുമ്പോൾ എന്താണ് 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ നമുക്ക് 24 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പോയിന്റ് നമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിലോ. ഓക്കെ, അപ്പൊ 25ന് തൊട്ട് മുന്നേ വരുന്ന നമ്പേഴ്സ് വരെയുള്ള അത്രയും ഡിഗ്രി സെൽഷ്യസ് വരുന്ന എത്ര ടൗൺസ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, 20 to 25 റേഞ്ചിൽ എത്ര ടൗൺസിലാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ, 2 ടൗൺസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ടൗൺസ് എന്ന് പറയുന്നത് 2. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കൗണ്ട് ചെയ്ത് എഴുതാം. ഇത് എത്രയാണ്? 5 + 5 10 10 + 1 11. അടുത്ത നോക്കിക്കേ, 5 + 1 എത്ര? 5 + 1 അല്ല, 5 + 5 ആണ് അല്ലെ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 10. ദെൻ വീണ്ടും എന്താണ്? 5 ഉണ്ട്, 5 ഉണ്ട്, 5 + 5 10. ഓക്കെ, ഇവിടെയും വീണ്ടും 5 + 1 എത്രയാണ്? 6 ആണ്. ഇവിടെ എന്ത് വരും? 1 വരും. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടൗൺസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അല്ലെ, ഫ്രീക്വൻസി ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ വേറൊരു ഫോമിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ നമ്പേഴ്സ് ഒക്കെ വരുന്ന കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സുകൾ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. പക്ഷെ അങ്ങനെ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ടേബിൾ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ 10 നമ്പേഴ്സ് ഉള്ളൂ, പക്ഷെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ നമ്പേഴ്സ് വരാം. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ക്ലാസ് വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ നമ്പർ ഓഫ് ടൗൺസിന് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 40 എന്ന് നമുക്ക് കിട്ടണം അല്ലെ. 40 ടൗൺസിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ നമ്പർ ഓഫ് ടൗൺസ് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരണം? 40 വരണം. 40 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ദ ഹൈറ്റ്സ് ഓഫ് 45 people who took part in a physical fitness test are given below. Make frequency table. എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ 45 ആൾക്കാരുടെ അല്ലെ, 45 പീപ്പിളിന്റെ എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 45 പേരുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ നമ്പേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 141 ആണ്. ഓക്കെ, ഏറ്റവും വലിയ നമ്പർ ആയിട്ട് വരുന്നത് 179 ആണ്. 141ഉം 179ഉം ആണ് എന്താണ് നമുക്ക് വലുതും ചെറുതും വലുതായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 141 മുതൽ 179 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഓരോ ക്ലാസ് ആക്കി ഇതിനെ മാറ്റുക. ഓക്കെ, ഓരോ ഇന്റർവെല്ലിൽ നമ്മൾ ഇതിനെ എഴുതുക. ഓക്കെ, അപ്പോൾ 141 ആണ് ആദ്യത്തെ നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? 142 145 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നിന്ന് വേണം തുടങ്ങാൻ അല്ലെ. 141 വന്നിരിക്കുന്നത് കൊണ്ട് 142 145 എന്ന് പറയുന്ന ഇന്റർവെൽ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, ബൗണ്ടറി എന്ന് പറയുന്നത് 140ഉം 145ഉം ആണ്. ഓക്കെ, ഇനി അടുത്ത എന്ത് വരും? ഇതുപോലെ തന്നെ നമ്മളിവിടെ 5 നമ്പേഴ്സിന്റെ ഒരു ഇന്റർവെൽ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 നമ്പറിന്റെ എടുക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ മിസ് എടുത്തിരിക്കുന്നത് എന്താ? 5 നമ്പറിന്റെ ഇന്റർവെൽ ആണ്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ കോളം എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തു. എങ്ങനെയാണ് നമ്മൾ ക്ലാസ് ആയിട്ട് എഴുതണ്ടേ? എങ്ങനെ എഴുതണ്ടേ? 142 145. അടുത്ത എന്താ വരണ്ടേ? 145 to 150 150 to 155. അങ്ങനെ 155 to 160. then എന്താ വരുന്നത്? 160 to 165. ഇങ്ങനെ 5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോവാം. ഓക്കെ, 165 to 170 170 to 175. അടുത്തത് 175 to 180. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എഴുതണോ? കാരണം എന്തുകൊണ്ടാണ് നോക്കിക്കേ, നമുക്ക് ഏറ്റവും വലിയ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് 179 ആണ്. ഓക്കെ, അപ്പൊ 180 വരെയുള്ള ബൗണ്ടറി നമുക്ക് മതി അല്ലെ. അതിൽ കൂടുതലുള്ള നമ്പേഴ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. സോ 175 180 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഇന്റർവെൽ അഥവാ ക്ലാസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇനി ഇവരുടെ ഒക്കെ ടാലി മാർക്ക് നമ്മൾ എഴുതണം അല്ലെ. ഇപ്പൊ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? 140 തുടങ്ങി 145ന് മുന്നേ വരെയുള്ള നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടാലി മാർക്കിന്റെ കോളം ഫിൽ ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം എന്താ വേണ്ടേ? 140 to 145 എന്ന് പറയുന്നതാണ്
നമ്മുടെ ഇന്റർവെൽ അല്ലേ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? 140 മുതൽ 145 മുന്നേ വരെയുള്ള നമ്പേഴ്സ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, 140 മുതൽ 145 മുന്നേ വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 143 ഉണ്ട് അല്ലെ. അപ്പൊ ഒരു നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ 141, ഓക്കെ, 2 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടാലി മാർക്കിന്റെ അവിടെ 2 എന്ന് കൊടുക്കാം. ഇനി 145 to 150 ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, 145 to 150 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ 145 ഉണ്ട്. പിന്നെ എവിടെ വരെയാണ്? 150ക്ക് മുന്നേ വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 145 ഇത് 1 ആയി. പിന്നെന്താ വേണ്ടേ? പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 148 വന്നിട്ടുണ്ട്. ഇപ്പൊ 2 ആയി. പിന്നെന്താ ഉള്ളത്? ഇവിടെ 148.2 3. ഓക്കെ, അങ്ങനെ 3 നമ്പേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ 145 മുതൽ 150ക്ക് മുന്നേ വരെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടാലി മാർക്കിന്റെ അവിടെ എന്ത് കൊടുക്കുക? 3 എന്ന് നമ്മൾ കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. 180 വരെ ഉള്ളത് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പൊ ടാലി മാർക്ക് മിസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇവിടെ നോക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? എത്ര പേർക്കാണ് 140 മുതൽ 145 മുന്നേ വരെയുള്ള ഹൈറ്റ് വന്നിരിക്കുന്നത് അല്ലെ, നമ്പർ നമുക്ക് എഴുതണം അല്ലെ. ഇതങ്ങനെ നമ്മൾ ചെയ്യാറ്? ടാലി മാർക്കിനെ കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ എത്രയാ വന്നിരിക്കുന്നത്? 1 2. ഇപ്പൊ 2 നമ്പർ. ഓക്കെ, ഇപ്പൊ 2 പേർക്കാണ് ഈ ഒരു റേഞ്ചിൽ ഹൈറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 3 പേർക്ക് എന്താണ്? 145 150 എന്ന് പറയുന്ന ബൗണ്ടറിയിൽ ഹൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് 3. അടുത്ത എത്ര വരും? 5 ആണ്. അടുത്ത 5 + 2 7 ആണ്. അടുത്ത 5 + 5 + 3 എത്ര വരും? 13 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കുവാണെങ്കിൽ 5 + 3 എത്രയാണ്? 8 ആണ്. ഇവിടെ എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരെയും ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആകെ ടോട്ടൽ 45 പേരാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 45 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 45 കിട്ടുന്നുണ്ട്. അപ്പൊ 45 കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ചെയ്തതിൽ ടാലി എഴുതിയതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഏതോ ഒരു നമ്പറിനൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഇത് നമ്മളിപ്പോ 140 to 145 ആണ് എടുത്തത് അല്ലെ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ 142 150 152 160 ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ടേബിൾ ചെറുതാവും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ മിസ് ഇവിടെ 5 എടുത്തെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 10 വെച്ചിട്ട് വേണമെങ്കിലും 10 നമ്പേഴ്സ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്റർവെൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചല്ലേ. ആദ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്പേഴ്സിനെ താഴെ 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 എഴുതിയിട്ടായിരുന്നു ഫ്രീക്വൻസി ടേബിൾ എഴുതിയത്. അതിനുശേഷം പിന്നീട് നമ്മൾ എങ്ങോട്ട് എത്തി? അതായത് ഇന്റർവെൽസ് ആയിട്ട് അല്ലെ, നമ്പേഴ്സിന് ഇന്റർവെൽസ് ആയിട്ട് അഥവാ ക്ലാസ് ആയിട്ട് എഴുതിക്കൊണ്ട് ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ 2 രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ എങ്ങനെയാണ് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കും? അപ്പൊ അതിനായിട്ട് നിങ്ങൾ കുഞ്ഞിലെ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം. എന്താ പഠിച്ചേക്കുന്നത്? ഒരു ബാർ ഗ്രാഫ് അല്ലെ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ബാർ ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. എങ്ങനെയായിരുന്നു നമ്മൾ വരയ്ക്കാറ്? റെക്റ്റാങ്കിൾസിനെ വരച്ചിട്ടാണ് അല്ലെ, റെക്റ്റാങ്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കാറുള്ളത്. പക്ഷേ അവിടെ ഓരോ റെക്റ്റാങ്കിളിനിടയിലും കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ഈ റെക്റ്റാങ്കിൾസിനിടയിൽ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. ഇവരൊക്കെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ടേബിളാക്കി മാറ്റാൻ നമ്മൾ പഠിച്ചു. ഈ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ടോപ്പിക്കാണ് ഏത്? എ ന്യൂ പിക്ചർ, പുതിയൊരു ചിത്രം. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. The table shows the times 30 children took to complete a long distance race. Draw a histogram of this. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ പറയുന്നത് എന്താണ് നോക്കിക്കേ. 30 കുട്ടികൾ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താ കൊടുത്തിരിക്കുന്നത്? 30 കുട്ടികൾ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്ത ടൈമിന്റെ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നോക്കിക്കേ, ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന അടുത്തൊരു കോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താ? 10 to 13 2 എന്ന് തന്നിട്ടുണ്ട്. എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? അതായത് 10 മിനിറ്റ് മുതൽ 13 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ റേസ് കംപ്ലീറ്റ് ചെയ്തത് 2 കുട്ടികളാണ്. ഇതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അതുപോലെ 13 മിനിറ്റ് മുതൽ 16 മിനിറ്റ് വരെയുള്ള ടൈമിൽ റേസ് കംപ്ലീറ്റ് ചെയ്തത് 5 കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടേബിൾ പോകുന്നത് കേട്ടോ. 16 മുതൽ 19 വരെ 12 കുട്ടികളാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടേബിൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ആണ് അല്ലേ, ബാർ ഗ്രാഫ് പോലെയുള്ള ഒരു ഗ്രാഫാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് 2 ലൈൻസിന് വേണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് 2 ലൈൻസ് വേണം. ഒരു ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടും, ഓക്കെ, ഒരു ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിട്ടും മറ്റേ ലൈൻ വെർട്ടിക്കൽ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കണമെങ്കിൽ 2 ലൈൻസ് നമുക്ക് വേണം, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും. ഓക്കെ, ഇവർ 2 പേരും കൂട്ടിമുട്ടുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ 0 എന്ന് അടയാളപ്പെടുത്തും, മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടേ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇന്റർവെൽസിനെ, ഓക്കെ, ഇന്റർവെൽസ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെൽസ് അഥവാ ക്ലാസ്സിനെ നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ ലൈനിലാണ് മാർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടൈം, അതായത് ഈ ഒരു ഇന്റർവെലിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇന്റർവെൽ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ടൈമിനെയാണ് നമുക്ക് ഇങ്ങനെ ഇന്റർവെൽസ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈനിന്റെ സൈഡിലായിട്ട് എന്ത് കൊടുക്കുക? ടൈം എന്ന് എഴുതുക. ടൈം എങ്ങനെയാണ്? മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ വേർട്ടിക്കൽ ലൈനിൽ എഴുതേണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻസ്, നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വേർട്ടിക്കൽ ലൈനിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വേർട്ടിക്കൽ ലൈനിന്റെ സൈഡിൽ നമ്മൾ എന്ത് എഴുതണം? നമ്പർ അല്ലെ, നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് നമ്മൾ കൊടുക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് തന്നെ ഇവിടെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മിസ് വരച്ച് കാണിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ പറഞ്ഞു, മിസ് പറഞ്ഞു എവിടെയാണ്? ഹൊറിസോണ്ടൽ ലൈനിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടൽ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? 10 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 പിന്നെ ഇങ്ങോട്ട് പോകുന്നത് 13 ആണ്. 13 കഴിഞ്ഞ് പിന്നെ ഏതാണ്? 16 ആണ്. 16 കഴിഞ്ഞാൽ പിന്നെ 19 ആണ്. 19 കഴിഞ്ഞാൽ പിന്നെ 22 ആണ്. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത് കണ്ടോ. 10, 13, 16, 19, 22, 25, 28. ഓക്കെ, അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും. അതായത് നോക്കിക്കേ, ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വേർട്ടിക്കൽ ലൈനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 12 ആണ് അല്ലേ. അപ്പൊ 12 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് അവിടെ വേണം നമ്മുടെ വേർട്ടിക്കൽ ലൈനിൽ അല്ലേ. വേർട്ടിക്കൽ ലൈനിലാണ് നമ്മൾ നമ്പർ ഓഫ് ചിൽഡ്രൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വേർട്ടിക്കൽ ലൈനിൽ 12 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ 12 വരെ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 അല്ലെ, 2 ഡിഫറൻസിൽ 2 ഡിഫറൻസ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അതായത് 2, 4, 6, 8, 10, 12 ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് ചെറുതായി പോകും. ഓക്കെ, ഇവിടെ 1ന് പകരം 2 കൊടുത്തു, 2ന് പകരം 4 കൊടുത്തു, 3ക്ക് പകരം 6 കൊടുത്തു, 4ന് പകരം 8 കൊടുത്തു, 5ന് പകരം 10 കൊടുത്തു, 6ന് പകരം 12 കൊടുത്തു. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ നമ്മുടെ ഗ്രാഫ് വരത്തുള്ളൂ, ചെറുതായി പോകും ഗ്രാഫ്. അപ്പോൾ കുറച്ച് വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തിരിക്കുന്നത്? 1, 2, 3, 4, 5, 6 അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 1 ഡിഫറൻസിലാണ് എടുത്തെടുത്ത് പോയേക്കുന്നത് നമ്പേഴ്സ്. ഇനി ഈ പോയിന്റ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് 1 സെന്റിമീറ്ററിലാണ് ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1 സെന്റിമീറ്റർ എടുത്തു, പിന്നെ ഇവിടെ 2 സെന്റിമീറ്റർ എടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 1 സെന്റിമീറ്റർ ആണ് ഒരു സ്ഥലത്ത് എടുത്തിരിക്കുന്നതെങ്കിൽ മൊത്തം ആ ഒരു ഗ്രാഫിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? 1 സെന്റിമീറ്റർ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 1 സെന്റിമീറ്റർ, അങ്ങനെ 1 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്ത് പോവാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി മിസ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പം മിസ്സിന് ഇവിടെ കറക്റ്റായിട്ട് ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്
1 എന്ന് പറയുന്നതിൽ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നോക്കാം, നമുക്ക് നമ്മുടെ ഹിസ്റ്റോഗ്രാം വരച്ചു നോക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നോക്കിയേ, നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്. നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് 10 to 13 2 കുട്ടികളാണുള്ളത് അല്ലേ. 10 മിനിറ്റിനും 13 മിനിറ്റിനും ഇടയിൽ നമ്മുടെ റേസ് കംപ്ലീറ്റ് ചെയ്തത് എത്ര പേരാണ്? 2 കുട്ടികളാണ്. അപ്പൊ നോക്കാം, 10, 13 എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് അല്ലെ, ഈ ഒരു ഭാഗമാണ് അല്ലെ, ഈ ഒരു ഭാഗമാണ് നമ്മുടെ 10 to 13 എന്ന് പറയുന്നത്. എവിടെയാണ്? അതിൽ എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത്? 2 കുട്ടികളാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, 10നും 13നും ഇടയിൽ 2ന്റെ ഇവിടെ നമ്മൾ ഒരു ബാർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബാർ വരയ്ക്കുന്നു, ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 10നും 13നും ഇടയിൽ എത്ര കുട്ടികളാണ്? 2 കുട്ടികൾ. ഇനി അടുത്ത എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 13 നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. 13 നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എന്തായിരിക്കും കിട്ടുന്നത്? നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിളിനോട് അടുത്തിരിക്കുന്ന അടുത്തൊരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും അല്ലേ. 13 to 16 എത്രയാ വന്നിരിക്കുന്നത്? 5 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ 13 to 16 നോക്കാം. 5 എവിടെയാണ് നോക്കാം? ഇവിടെയാണ് 5 അല്ലേ. അപ്പൊ നമ്മൾ 13 to 16 എന്ത് ചെയ്യണം? 5ലേക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ ബാർ വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 16 to 19 എത്രയാണ്? 12 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 16 to 19 എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ് അല്ലേ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക? 12ലേക്ക് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെയാണ് നമ്മുടെ 12 വരുന്നത്. 12ലേക്ക് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. മിസ് ഇവിടെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ട് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നോക്കാം, നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം കേട്ടോ. നോക്കാം, നമുക്ക് 19ന്റെ ഇവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടേ? 12 വരെ പോകണം. അപ്പം നമ്മൾ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി എന്താ വേണ്ടേ? 19 to 22 ആണ്. എത്രയാണ്? 8 കുട്ടികൾ അല്ലേ. 8 കുട്ടികളാണുള്ളത് അല്ലേ. അപ്പം 19 to 22, 8 എവിടെയാണ് നോക്കിക്കേ? ഇവിടെയാണ് നമ്മുടെ 8 വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇനി അടുത്ത എന്താ? 22 to 25. 22 to 25 എത്ര കുട്ടികളാണ്? 3 കുട്ടികളാണ്. 22നും 25നും ഇടയിൽ 3 കുട്ടികളാണുള്ളത്. ഓക്കെ, 3 കുട്ടികൾ. അപ്പം 3 നോക്കി ഇവിടെയാണ് അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ഗ്രാഫ് വരും, റെക്റ്റാങ്കിൾ വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? നമ്മുടെ ബാർ ഗ്രാഫ് വരയ്ക്കാറുള്ളത് അല്ലെ. ബാർ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് റെക്റ്റാങ്കിൾസ് മാത്രമായിട്ടാണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ ഇതുപോലെ അടുത്തടുത്ത് ഇരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലേ. എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു പിക്ചർ. ഓക്കെ.